ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളങ്ങനെ മൂകാംബിക ടെമ്പിളിൽ നിന്നും കുടജാദ്രിയിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിച്ചു. 9:45 10 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മൂകാംബിക ടെമ്പിളിൻ്റെ അടുത്ത് നിന്ന് 42 കിലോമീറ്ററാണ് കുടജാദ്രിക്കുള്ളത്. അതിലൊരു 10 കിലോമീറ്ററിന് മുകളിൽ ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു. അത് അവിടെ ചെറിയൊരു ബ്ലോക്കൊക്കെ ആയി. പിന്നെ നമ്മളൊരു കുറച്ച് നേരം അവിടെ സ്റ്റക്കായി. അവിടെ പിന്നെ നേരെ അങ്ങ് പോയി. പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ടൗണെത്തി. അവിടെ നമുക്ക് വാഷ്റൂം പോകാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങി, സ്നാക്സൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് പിന്നെ യാത്ര തുടങ്ങി. ചെക്ക് പോസ്റ്റിലെത്തി അവിടെ നമ്മുടെ വണ്ടിയിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, കവർ, ഇതൊന്നും നമ്മളെവിടെയും കളയാൻ പാടില്ല. നമ്മളതിൽ എത്ര പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടോ അത് തിരിച്ചു വരുമ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മളവിടെ ഒരു 100 രൂപ ഡെപ്പോസിറ്റായിട്ട് കൊടുക്കണം. അത് വരുമ്പം അത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ ആ പൈസ തിരിച്ചു തരും. ഇവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും തന്നെ ഒരു വണ്ടി സൈഡായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടയർ പഞ്ചറായതാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മളെല്ലാവരെയും വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ടയർ മാറ്റിയിടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ಲೂಸ್ ಮಾಡಿ ಎತ್ತುವ ಲೂಸ್ ಮಾಡಿ ಇಷ್ಟೇ പൊക്കി പിടിക്കാൻ വണ്ടി അതിനാ വിളിച്ച മറി വണ്ടി വന്നതാ. കട്ട് ചെയ്തോളൂല്ലേ ഞാനിപ്പോ ചെയ്യുന്നത്. ഒരു ഓണിപ്പുറ സൈഡാക്കായിരുന്നു. ആരൊന്നും പേടിക്കരുത്. പേടിക്കില്ല.
തല കളയണായിരുന്നു. ഞാൻ പിടിച്ചിരുന്നു. ഓക്കെ ഓക്കെ പോട്ടെ പോട്ടെ. നമ്മ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? സൂപ്പർ. ചന്ദനം മണക്കുന്നു. അതൊരു വണ്ടി വരുന്നുണ്ടോ? ഇവിടെ നിന്ന് മുകളിലേക്ക് ഇനി നടന്നിട്ടാണ് പോകേണ്ടത്. റോഡ് ഇവിടെ വരെയുള്ളൂ. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂറാണ് ടൈമുള്ളത് മുകളിൽ പോയിട്ട് കണ്ടിട്ട് ഇറങ്ങി വരാൻ. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ചാർജ് അഡീഷണൽ കൊടുക്കേണ്ടി വരുന്ന ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി വരുമോ അമ്മാവാ? നീ വരുമോ? ഫിനിഷേ നീ വരുമോ? ഞാൻ തരാം. ആ കുട്ടായോ ഈ സൂപ്പർ അല്ലേ? അല്ല ഈ എടാ നമ്മൾ അയാളോട് ഈ എന്താ ഇതിന്റെ റേറ്റ് 470 എന്ന് പറഞ്ഞാലോ കുറയുമോന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. അമ്മാതിരി എടുക്കലല്ലേ അയാൾ എടുക്കുന്നത്.
വിട്ടത് പിന്നെ കാണും. അവിടെ ഉംറാശി ഒന്നര മണിക്കൂറും കൊണ്ട് താഴെ എത്തണമെന്നാണ് ഡ്രൈവർ ചേട്ടൻ്റെ നിർദ്ദേശം. അല്ലോട്ടായി. അപ്പോൾ ഇനി വലിയ ബ്രേക്കും ഇല്ലാതെ താഴോട്ട് പോകണം. കാണാനാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ്. കുറച്ച് രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. ഇപ്പം കുടജാദ്രിയിൽ നിന്ന് ഇറങ്ങി മൂകാംബികയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് മുരുടേശ്വരത്തേക്കുള്ള യാത്ര തുടങ്ങി. ഏകദേശം ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ മുരുടേശ്വരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നത്.
വൈകുന്നേരം സൺസെറ്റ് കാണാൻ വേണ്ടി ബീച്ചിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 20 നിലയുള്ള ഈ അമ്പലത്തിൻ്റെ മുകളിലേക്ക് പോകാൻ ലിഫ്റ്റ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബീച്ചിലും ഈ അമ്പലത്തിലും നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച രാത്രി നാട്ടിൽ നിന്ന് വിട്ട് തിരിച്ച് ഞായറാഴ്ച രാത്രി തന്നെ എത്തണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്പലത്തിലെ അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി 9:30-10 മണിയോടുകൂടി നമ്മൾ പുറപ്പെട്ട് മൂകാംബിക, കുടജാദ്രി എല്ലായിടത്തും പോയി. ഇപ്പം മുരുടേശ്വരത്ത് എത്തി. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം ഈ യാത്ര നമ്മൾ ചെയ്തത് അമ്മാവന് ഒരു സെൻഡ് ഓഫും കൂടെ ആയിട്ടാണ് അല്ലേ? അമ്മാവനിപ്പം 7-ാം തീയതി തിരിച്ച് പ്രവാസിയായി പോവുകയാണ്. അപ്പോൾ അമ്മാവൻ എല്ലാവരുടെയും ഒക്കെ ഒരു വിഷസ് പറ. ഹാപ്പി വിഷസ്, ഹാപ്പി ജേണി. അപ്പോൾ എല്ലാവരും